എറണാകുളം മൂവാറ്റുപുഴ നഗരസഭയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് ജയം. LDF കൗൺസിലറും CPI അംഗവുമായ മീര കൃഷ്ണനാണ് പുതിയ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. അതേസമയം UDF അംഗം ബിന്ദു ജയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നത് UDFന് തിരിച്ചടിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന പ്രമീള ഗിരീഷ് കുമാറിനെ ഇലക്ഷൻ കമ്മീഷൻ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. LDFിൽ നിന്നും മീര കൃഷ്ണനും നൈജില ഷാജിയും UDFിൽ നിന്നുള്ള ബിന്ദു ജയനും സ്വതന്ത്ര അംഗമായി വിജയിച്ച രാജശ്രീ രാജുവുമാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ളത്. ഇതിൽ രാജശ്രീ രാജു തെരഞ്ഞെടുപ്പ് സമയത്ത് കൗൺസിൽ ഹാളിൽ ഹാജരാകുകയും ബിന്ദു ജയൻ ഹാജരാകാതെ ഇരിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് വരണാധികാരിയായ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മീര കൃഷ്ണനെ വിജയിയായി പ്രഖ്യാപിച്ചത്. UDF അംഗമായ ബിന്ദു ജയൻ ഹാജരാകാതിരുന്നതിന്റെ കാരണം വ്യക്തമല്ല. BJP പിന്തുണയോടെ വിജയിച്ച രാജശ്രീ രാജുവിന്റെ പിന്തുണ വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചതിനാലാണ് ബിന്ദു ജയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് എന്ന് LDF അംഗവും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ R. രാകേഷ് പറഞ്ഞു. കോൺഗ്രസിലെ ബിന്ദു ജയൻ ഈ തെരഞ്ഞെടുപ്പിൽ വിട്ടുനിൽക്കുന്ന സമീപനം, ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതിൻ്റെ കാരണങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുമ്പോൾ ഒരു കോൺഗ്രസ് അംഗം എന്നുള്ള നിലയിൽ അവർക്ക് അതിൻ്റെ ഒരു അറിയിപ്പ് കിട്ടുകയോ അതിനിടയിൽ BJP പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ച ഒരംഗത്തിനെ പിന്തുണയ്ക്കുന്നതിലുള്ള എതിർപ്പും അവർ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. UDF അംഗമായ ബിന്ദു ജയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന സംഭവം മൂവാറ്റുപുഴയിൽ UDFന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൈരളി ന്യൂസ്, കൊച്ചി.